ലക്ഷം രൂപ അനിൽകുമാർ അയ്യപ്പന് ഞാൻ നൽകും. കാശ് കിട്ടും. ഖുറാൻ ബാൻ ചെയ്യണം എന്ന കോടതി വിധി കാണിച്ചാൽ എന്ത് നോക്കിക്കാണ് എല്ലാം തുറന്നു പറ സാറേ. ആ കോടതി വിധിയിൽ എവിടെങ്കിലും ഖുറാനോ ഖുറാനിലെ ഏതെങ്കിലും വേഴ്സോ ബാൻ ചെയ്യണമെന്ന് കോടതി വിധി കാണിച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ പറയുന്ന സമയത്ത് ഞാൻ കൊണ്ടുതരും. സൗദാവിനെ പ്രശ്നത്തിന്റെ ഗുളിക അല്ല, അതിന് ഞാൻ ഗുളിക തരാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. സംവാദത്തിൽ തേഞ്ഞൊട്ടി തോറ്റതിന് എന്നോട് കലി തീർത്തിട്ട് കാര്യമുണ്ടോ? കലി തീർത്തിട്ട് കാര്യമുണ്ടോ? ആരെന്താ ഇവിടെ വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. അങ്ങേക്കെതിരെ വ്യാപകമായി പല ആൾക്കാരും വിമർശിച്ച് വീഡിയോ ചെയ്തതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പച്ച കള്ളകൾ സ്റ്റേജിൽ വന്ന് പറഞ്ഞ ആൾക്കാർ പച്ചയ്ക്ക് പിടിക്കില്ലേ? ഞാൻ ആദ്യം ഇതിന് മറുപടി നൽകാൻ വീഡിയോ ചെയ്യേണ്ടത് വിചാരിച്ചാൽ 2-3 വീഡിയോ ആയിട്ട് പുള്ളി സംവാദത്തിൽ മുട്ടിടിച്ച് രാഹുൽ ഈശ്വർ നീ വെറുതെയാണെന്ന് എനിക്കറിയാം. അവിടെ മുട്ടിടിച്ച് വേർത്തത് ആരാണെന്ന് എല്ലാരും കണ്ടതാണ്. അവിടെ ബബ്ബ അടിച്ചത് ആരാണെന്ന് എല്ലാരും കണ്ടതാണ്. അജു അതെന്തിനാ ഇവിടെ പറഞ്ഞ? അതിവിടെ പറയേണ്ട ഒരു കാര്യം. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. എന്നിട്ടിപ്പം പുള്ളി പുതിയൊരു ന്യായീകരണം ഇറങ്ങിയിരിക്കുകയാണ് ഈ വീഡിയോയിൽ. പുള്ളി പറയുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഖുറാനിലെയും ബൈബിളിലെയും യേശുവിനെ കുറിച്ചല്ലെന്ന്. എന്നെ വിലയിരുത്താൻ താൻ ആരാടോ? എന്റെ സഹോദര, ബൈബിളിലെയും ഖുറാനിലെയും യേശുവിനെ കുറിച്ചല്ലേ നമ്മൾ എല്ലാം സംസാരിച്ചത്. പോപ്പ് സംസാരിക്കുന്ന പോപ്പിന്റെ വീട്ടിനടുത്ത് വേറെ ഏതെങ്കിലും യേശു ഇരിപ്പുണ്ടോ? പോപ്പ് യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ഇതേ യേശുവിനെ കുറിച്ചല്ലേ? പോപ്പ് യഥാർത്ഥത്തിൽ ഖുറാനിലുള്ള ഈ യേശുവിനെ പഠിച്ചിട്ടല്ലേ പറഞ്ഞത് രണ്ടുപേരെ യേശു ആണെന്ന്? അയ്യോ ദൈവമേ, വെക്കുന്ന പടിയല്ല ഉന്നം തെറ്റുകയാണോ? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. പക്ഷേ പോപ്പിന്റെ യേശുവിനെ കുറിച്ചാണ് രാഹുൽ പറഞ്ഞത്. പോപ്പിന് വേറെ ഏതെങ്കിലും യേശു ഉണ്ടോ? അനിൽകുമാർ അയ്യപ്പനും രാഹുൽ ഈശ്വരനും വേറെ ഏതെങ്കിലും യേശു ഉണ്ടോ? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ലോക ചരിത്രത്തിൽ കന്യാമറിയത്തിനും കന്യായ അമ്മയ്ക്കും ജനിച്ച വേറെ ഏതെങ്കിലും യേശു ഉണ്ടോ? പ്രയത്നക്കാട്ടിലും വലിയ പുലിവാലായിട്ട് ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോൾ ആലോചിക്കണായിരുന്നു. പക്ഷേ പിന്നീട് ഇദ്ദേഹത്തിന് ഏറ്റ അപമാനം കൊണ്ടാകാം ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒക്കെ സംവാദത്തിൽ തോൽവി സമ്മതിച്ച രാഹുൽ ഈശ്വരൻ നാളെ അവര് കൂടെ ഇതിന് ചിരിച്ചിട്ടുണ്ട്. അനിൽകുമാർ അയ്യപ്പൻ സ്വയം ട്രോൾ ചെയ്തായിരിക്കും. ഇങ്ങനെ കള്ളം പറഞ്ഞ ദൈവം സഹിക്കൂ? അതൊന്നും എന്നോട് പറയാൻ പറ്റൂല. അതൊക്കെ നമ്മൾ ട്രേഡ് സീക്രട്ടാ. ഇങ്ങനെ നിങ്ങളൊക്കെ ദൈവവിശ്വാസികളല്ലേ? നമ്മളെല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നവരല്ലേ? നിങ്ങളൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നവരല്ലേ? ഇത്രയും പച്ച കള്ളം പറഞ്ഞാൽ സമ്മതിക്കും? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. പുള്ളി ഇപ്പോഴും പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ക്രിസ്ത്യാനികൾ ആലോചിച്ച് നോക്കണം, എന്തൊരു പച്ച കള്ളമാണ് ഈ മനുഷ്യൻ പറയുന്നത്. ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. ഒരു കോടതി വിധിയെ പോലും ഒരു മര്യാദയും മാന്യതയും ഇല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്തു പോവുക. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അത് നല്ല അടികൊള്ളാത്തതിന്റെ പറയുന്നില്ല. അതിന്റെ കാരണം അദ്ദേഹത്തിന് ഒരിക്കൽ തോറ്റേന്റെ ക്ഷീണവും ഒരിക്കൽ തോറ്റമ്പിയതിന്റെ ക്ഷീണവും തേഞ്ഞൊട്ടിയതിന്റെ ക്ഷീണവും ഒക്കെ കാണും. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. അയ്യപ്പൻ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഈശ്വർ പറയുന്നതാണ് ക്രിസ്ത്യൻ പൊസിഷൻ. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ എന്തായാലും പോപ്പിനേക്കാൾ വലിയൊരാളൊന്നും അല്ലല്ലോ. പിന്നെ നാണക്കെടുത്തി ശ്രീ പോപ്പ് അടക്കം വത്തിക്കാന്റെ ഔദ്യോഗിക രേഖ വെച്ച് പരിശുദ്ധ ഖുറാനിലും പരിശുദ്ധ ബൈബിളിലും പറഞ്ഞിരിക്കുന്ന ഈസാ നബി അഥവാ യേശു ക്രിസ്തു ഒരാളാണെന്ന് പോപ്പുണ്ട്. പോപ്പിന്റെ സ്റ്റാൻഡാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം. അത് മതി സാർ. ആഴമേറിയ റിസർച്ച് ഒന്നും ഇല്ലാതെ വാട്സപ്പിൽ മാത്രം ജീവിക്കുന്നവരുടെ വലിയൊരു പ്രശ്നം എന്താ അറിയാമോ? വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഓക്കെയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും യെയിലും ഒന്നും ഓക്കെ അല്ല. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ മൂത്ത്, മുസ്ലിം വിരോധം മൂത്ത്, ഭ്രാന്തെടുത്ത് മതഭ്രാന്താകുന്ന ആൾക്കാരാണ്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാറേ? ആണെങ്കിലും പബ്ലിക്കലി ഞാൻ വെല്ലുവിളിക്കുകയാണ്. 10 ലക്ഷം രൂപ ഞാൻ പബ്ലിക്കലി കൈമാറും. അതിൽ ഒരു വരിയെങ്കിലും ബാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോടതി വിധി ബാൻ ചെയ്യണമെന്നാണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരും. വെരി ഗുഡ്, എനിക്കിത് മതി. ഓക്കേ ദെൻ ലെറ്റ്സ് ഗോ. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.